മകൻ 5 വയസ്സായി. അവൻ തനിയെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവന്റെ ഭാവനയിലെ കഥാപാത്രങ്ങളോട്. സ്കൂളിൽ പോയിട്ട് ബാഗിനോടെല്ലാം സംസാരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. കുട്ടികൾ, ചെറിയ കുട്ടികൾ അങ്ങനെയൊക്കെ പല സംസാരിക്കുന്ന, ഡോളിനോട് സംസാരിക്കുന്നതൊക്കെ സാധനങ്ങൾ വളരെ കോമൺ ആയിട്ടൊക്കെയുള്ള കാര്യമാണ്. അതിന് ബിഹേവിയർ തെറാപ്പി ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നിർത്താനൊക്കെ പറ്റും. പിന്നെ ചെറിയ ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് ഇനിയിപ്പോൾ ഒരു ഹാലൂസിനേഷൻ ഒന്നും പോലെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. നമ്മൾ വേറൊരു വ്യക്തിനെ പോലെ അടുത്ത് കണ്ടിട്ട് അതിനോട് സംസാരിക്കുന്ന ഒരു സാധനം, സെൽഫ് ടോക്കിങ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഓട്ടിസ്റ്റിക്കിൽ ചിലപ്പം ആസ്പെർജേഴ്സ്, ഓട്ടിസ്റ്റിക് അങ്ങനത്തെ ഒക്കെ സിംറ്റംസിലൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പം വന്നേക്കാം. ഇപ്പം ഞാൻ ഒരു കേസ് ഞാൻ കണ്ടതില്ല, അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കുട്ടി ഈ കാർട്ടൂണൊക്കെ കണ്ടിട്ട്, ഇപ്പോൾ കാർട്ടൂണിലെ കഥാപാത്രങ്ങളില്ലേ അവർ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത്, അത് മേ ബി ഒരു ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ചെയ്യുന്നതൊക്കെ ആവാം. ഫാന്റസി എന്ന് പറയുന്ന സാധനം, ഫിക്ഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ കുട്ടികൾ കാണല്ലോ. അപ്പം കുട്ടികൾ കാണുന്ന കാർട്ടൂണിലും ഒക്കത്തിലും നടക്കാൻ പറ്റൂലാത്ത സാധനങ്ങൾ പറന്ന് മനുഷ്യനെ പിടിക്കുന്നു. അപ്പൊ കുട്ടിക്ക് അതേപോലെ എൻ്റെ കൂടത്തിൽ കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ ചിലപ്പോൾ നോർമലായ ഒരു സാധനമായിരിക്കും. അത് കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചൈൽഡ് കേസുകളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് കുട്ടീൻ്റെ ഈ കാര്യം പറഞ്ഞ് കുട്ടീനെ അയാളൊന്ന് സംസാരിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാം കുഴപ്പമുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഏകദേശം സമയമായി. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാഡം എന്റെ ചോദ്യത്തിന് മറുപടി തരണേ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം എന്ന് വിചാരിച്ചത്. എന്റെ അമ്മയ്ക്ക് അടുത്ത വീട്ടിൽ പാത്രങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. ആ സമയം എന്റെ വീട്ടിലെ പാത്രങ്ങളും എടുത്ത് നിലത്തിടും, ശബ്ദമുണ്ടാക്കും. അമ്മ പറയുന്നത് മറ്റുള്ളവർ അമ്മയെ കാണുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അമ്മയും അങ്ങനെ തന്നെ ചെയ്യുന്നത് എന്ന്. ഇതൊരു ചികിത്സ ആവശ്യമുള്ള രോഗമാണോ? എനിക്ക് തോന്നുന്നു ഒരു 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 പെർസിക്യൂഷൻ ആണോ എന്ന് എനിക്കൊരു. ഇതില് കോമഡി എന്താണെന്നറിയോ, മറ്റേ വീട്ടില് പാത്രം എടുത്തിടുമ്പോ ഡിസ്റ്റർബ് ആയിട്ട് ഇവിടുന്ന് പാത്രം എടുത്തിടും. അതായത് അവര് ഒരു കണക്ഷൻ ഉള്ള പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പൊ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അവര് പാത്രം ഇടുന്നത് എന്നുള്ള ഒരു ചിന്ത, ഒരു ഡെലൂഷണൽ ചിന്ത, പെർസിക്യൂഷൻ എന്ന് പറയാം നമ്മള്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടാവാം ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ക്ലയൻസുകൾ വരാറുണ്ട്. അപ്പൊ ഇതിന് എന്തായിരിക്കും മാം ചെയ്യാൻ പറ്റുക? ഇത് സൈക്കോതെറാപ്പി, CBT ഒക്കെ പോലത്തെ സൈക്കോതെറാപ്പീസ് ഒരു 5-8 സെഷൻസ് ചെയ്ത് നോക്കിയിട്ട് മാറുന്നില്ലെങ്കിൽ മെഡിസിൻ കൊടുത്ത് നോക്കിയിട്ട്, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് വിട്ട് മെഡിസിൻ കൊടുത്ത് നോക്കിയിട്ട് അതിന്റെ കൂടെ സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ റെഡിയാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ടൈം ഇവിടെ ഇതായിട്ടുണ്ട്. അപ്പൊ നല്ലൊരു അടിപൊളി സെഷൻ ആയിരുന്നു. കുറെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഒരുപാട് നേരം ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഇത്. നമ്മൾ റൂഡായിട്ട് ആണെന്ന് വിചാരിക്കുന്ന പല ആളുകളും ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള ജംസിനെയൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പൊ ഈ ഒരു നല്ല സെഷൻ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രോബ്ലം സോൾവ് ചാറ്റ് ഷോയിൽ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ അമീന മാഡത്തിനും നവ്യ മാമിനും നന്ദി പറയുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് അലിഡ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.